വെൽക്കം ടു വീട്ടമ്മ കുക്കിംഗ് ചാനൽ. ഓണസദ്യ എളുപ്പമാക്കാനുള്ള ഒരു നുറുങ്ങ് വിദ്യയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ 3 തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അത് ഒരു തേങ്ങയോളം എടുത്ത് ശകലം വെള്ളം ചേർത്ത് അരച്ച് ആദ്യം പായസത്തിന് വേണ്ട തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഒരു തേങ്ങയോളം എടുത്ത് അവിയലിന് വേണ്ടി റെഡിയാക്കുകയാണ്. അവിയലിന് കൂടുതൽ തേങ്ങ വേണം, അതുകൊണ്ട് കൂടുതൽ തേങ്ങ എടുത്തു. ഒരു 8-10 ചുമന്നുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതച്ചെടുത്തു. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കി വന്ന തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് ബീട്രൂട്ട് പച്ചടിക്കാക്കി മാറ്റി വെച്ചു. ബാക്കി വന്ന തേങ്ങയിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടെ നല്ലാക്കി അരച്ചെടുത്ത് പുളിശ്ശേരിക്കായിട്ട് മാറ്റി വെച്ചു. അത് പുളിശ്ശേരി അതായത് കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. ബാക്കി വന്ന തേങ്ങയിലേക്ക് ഒരു 4 പച്ചമുളക്, കുറച്ച് ജീരകം, 3 ചുവന്നുള്ളിയും ചേർത്ത് പരിപ്പ് കറിക്കായിട്ട് മാറ്റി വെച്ചു. അതായത് ഒറ്റ അരപ്പിൽ തന്നെ 4 കറികൾക്ക് വേണ്ട അരപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവിയൽ, പച്ചടി, പരിപ്പ് കറി, കാളൻ, പിന്നെ ബീട്രൂട്ട്, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ ചേർത്ത് നല്ലതായി വഴറ്റി അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ട തൈരും കൂടെ ചേർത്താൽ ബീട്രൂട്ട് പച്ചടി റെഡിയാവും. പിന്നെ ഒരു ഏത്തപ്പഴം, നല്ല പഴുത്ത പഴം അരിഞ്ഞെടുത്ത് പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വേവിച്ചു. ഇതിലേക്ക് അരച്ച് വെച്ച നമ്മൾ തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർത്താൽ കുറുക്കാളം റെഡിയായി. പിന്നെ കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. ഇനി സദ്യ വിളമ്പുകയാണ്. ആദ്യം ഉപ്പ്, പിന്നെ വെളുത്തുള്ളി അച്ചാർ, ഇഞ്ചിക്കറി, ഉള്ളി തിലവയ്ക്കാൻ നേരത്തെ റെഡിയാക്കി, മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് പച്ചടി, പിന്നെ ഇത് മധുരക്കറിയാണ്. പിന്നെ അവിയലിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ പപ്പടം, ഉപ്പേരി, അത് കഴിഞ്ഞ് ചോറ് വിളമ്പുകയാണ്. ആദ്യം ചോറ് പരിപ്പ് കറിയും നെയ്യും പപ്പടവും കൂട്ടി കഴിക്കും. അതിന് ശേഷം സാമ്പാർ കൂട്ടി കഴിക്കും. അതിന് ശേഷം നല്ല കുറുകിയ കാളൻ കൂട്ടി കഴിക്കും. അതിന് ശേഷം നമ്മൾ അടപ്രഥമനാക്കി ഉണ്ടാക്കിയിരിക്കുന്ന അടപ്രഥമനും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആഹാ, ഓണസദ്യ ബഹു കേമമായി. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.